റെജി ലൂക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ ഈ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ആ കത്തിൽ എന്തോ ഒരു സംശയം ഉളവാകുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കോപ്പി ടു വി ഡി സതീശൻ എന്നൊക്കെ എഴുതിയത് വേറെ മഷി കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഈ കത്ത് തന്നെ ഒരു വ്യാജമാണെന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ കെ സുധാകരൻ പറയുന്നത് എൻ എം വിജയൻ്റെ കുടുംബത്തിനൊരു അന്തവും കുന്തവും ഇല്ല എന്നാണ്. ആ കുടുംബത്തിൻ്റെ ക്രെഡിബിലിറ്റി അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നേതാക്കന്മാർ മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മനസാക്ഷിയില്ലാത്തൊരു വിഭാഗമായിട്ട് കോൺഗ്രസ് കേരളത്തെ അധപ്പതിച്ചിരിക്കുന്നു. നോക്കൂ, കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരപരാധി എന്ന് പൂർണ്ണമായും ബോധ്യമുള്ള പൊതുസമൂഹത്തിന്റെ വികാരം മാത്രം പ്രകടിപ്പിച്ച PP ദിവ്യയെ വേട്ടയാടി കോൺഗ്രസും യൂത്ത് ലീഗും അതുപോലെ തന്നെ അവരുടെ യുവജന വിഭാഗങ്ങളെല്ലാം കണ്ണൂർ നടത്തിയ തേർവാർച്ചകൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് അവരെ ഒരു കൊലയാളി പരിവേഷത്തിൽ PP ദിവ്യയെ രാഷ്ട്രീയമായിട്ട് അസ്തമിപ്പിക്കാൻ, കേരളത്തിലെ ഒരു പ്രോമിസിംഗ് രാഷ്ട്രീയക്കാരിയായി മുന്നേറിക്കൊണ്ടിരുന്ന PP ദിവ്യ അസ്തമിപ്പിക്കാൻ നടത്തിയ നേട്ടങ്ങൾക്കും അവരുടെ അവരുടെ വേട്ടയാടലുകൾക്ക് പിന്തുണ കൊടുത്ത മാധ്യമങ്ങൾക്ക് ഇപ്പോഴെന്താ പറയാറുള്ളത്? തന്നെയുമല്ല, 1 കോടി രൂപയോളം 50 വർഷമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് സ്വാധീനമായ ഒരു കോൺഗ്രസ് DCC ട്രഷറർ 1 കോടി രൂപയോളം ബാധ്യതയാണ് അദ്ദേഹത്തിന് വന്നു ചേർന്നിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ വന്നത്? അദ്ദേഹം പുറത്തുവിട്ടാൽ, അദ്ദേഹത്തിന്റെ കുടുംബം മാധ്യമങ്ങളും പുറത്തുവിട്ടാൽ ആദ്യത്തെ ഒരു ഉടമ്പടിയുണ്ട്. ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ 18 ലക്ഷത്തോളം രൂപ നൽകിയതിനകത്ത് ഈ NM ബാലകൃഷ്ണൻ ഈ IC ബാലകൃഷ്ണൻ MLA പേരുണ്ട്. എന്നിട്ടും കോൺഗ്രസ് ഈ പറയുന്ന കുടുംബത്തെ ഏറ്റവും വലിയ പരിതാപകരവും ദയനീയമായ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരനായ മകനുമായി ആത്മഹത്യ ചെയ്തതിനു ശേഷം ഈ കോൺഗ്രസിലെ ഒരു ചെറുകിട നേതാവ് ആ കുടുംബത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. തന്നെയുമല്ല, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആ കുടുംബത്തെ ആക്ഷേപിച്ചു. ആ കുടുംബം അദ്ദേഹം എഴുതി വെച്ചിരുന്ന കത്ത് മാന്യമായ രീതിയിൽ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത് തന്റെ പാർട്ടീനെ ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി 10 ദിവസം വെയിറ്റ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവിനെ KPCC പ്രസിഡന്റിനെ ഈ വിവരം അറിയിക്കണമെന്നും പറഞ്ഞ് വിടവാങ്ങിയ ആ മനുഷ്യന്റെ കുടുംബത്തിന്റെ അംഗങ്ങൾ, അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയും ഈ പ്രതിപക്ഷ നേതാവിനെ പറവൂരിലെ അദ്ദേഹത്തിന്റെ MLA ഓഫീസിൽ പോയി കണ്ടപ്പോൾ തന്നെ അവർ ഭീഷണിപ്പെടുത്തുമെന്ന് പറയാൻ മാത്രമുള്ള ഹുങ്ക്, മനസാക്ഷി മരവിക്കുന്ന വാക്കുകൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോ മായപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങള് രോഷത്തിന്റെ അങ്ങേയറ്റത്തെ തലത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്നും ഭയന്ന് ആ പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ വാക്കുകൾ, താൻ പരാജിതനായ ഒരു പ്രതിപക്ഷ നേതാവാണ്, ഇതുപോലെ ഒരു ഇരട്ടക്കൊലപാതകത്തിന്റെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നടത്തിയ നാടകങ്ങള് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഭയപ്പാട് കൊണ്ടാണ് അവർ ഇന്നലെ ഒടുന്നനെ അവരുടെ ഒരു ചെറിയ സമിതിനെ അങ്ങോട്ട് വിട്ട് ആ വീടിന്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു എന്ന് പറയുന്നത്, അവരുടെ കടങ്ങളെല്ലാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് CPM-ന്റെ ഒരു വരുന്നതാവ് അവരിപ്പോ നമ്മളോടൊപ്പം ഇല്ല. PK ശശിയെ കുറിച്ച് CPM-ന് ഉള്ളിൽ ഒരു പരാതി കൊടുത്തപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് അത് അന്വേഷിക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും നിരന്തരമായിട്ട് ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സ്വന്തം പോലീസും കോടതിയോടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ കോൺഗ്രസ് വയനാട്ടിൽ നടത്തിയ നാടകം എന്താണ്? തങ്ങളുടെ പാർട്ടിക്ക് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ ഇപ്പൊ തിരിഞ്ഞുമുത്തുമല്ലേ CPM-നെതിരെ പറഞ്ഞതിനെതിരെ. നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന ഇരട്ട നീതിയാണ്. ഒരു ഇരട്ട കൊലപാതകമാണെന്നുള്ളവരും നമ്മളെ CPM-ന്റെ വയനാട് DC സെക്രട്ടറി തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു, കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം പണത്തിന് വേണ്ടിയെടുത്ത സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാർ ആരാണെങ്കിൽ പോലും അവരെ ബലിയാടാക്കുന്നതിന് ആക്ഷേപിക്കുന്നതിന് ഒരു മടിയും ആ പാർട്ടിക്ക് ഇല്ലെന്നുള്ളതാണ്. KPCC പ്രസിഡന്റ് വാക്കുകൾ എന്താ പറഞ്ഞത്? അന്തവും കുന്തവും ഇല്ലാത്തൊരു കുടുംബമാണ് ആത്മഹത്യ ചെയ്ത NM വിജയന്റെ കുടുംബം എന്നാ പറഞ്ഞത്. ഇങ്ങനൊരു വാക്ക് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ആർക്കെങ്കിലും അതിനെ പ്രയോഗിച്ചായിട്ട് കണ്ടിട്ടുണ്ടോ? സ്വന്തം നേതാക്കന്മാര്, സ്വന്തം MLA DCC പ്രസിഡന്റ് സഹിതമുള്ളവര് പണം ജോലി നൽകാമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയിൽ ഒരു മനുഷ്യൻ ആ പാർട്ടിനെ ആക്ഷേപിക്കാണ്ട് ആത്മഹത്യ ചെയ്തപ്പോൾ അന്തവും കുന്തവും ഇല്ലാത്തൊരു കുടുംബമാണെന്ന് പറഞ്ഞ KPCC പ്രസിഡന്റാണ് ഇന്ന് കേരളത്തിന്റെ കോൺഗ്രസ് തലപ്പത്തിരിക്കുക എന്ന് പറയുന്നത് എത്ര ലജ്ജാകരമാണ്. അത് മാത്രമല്ല റെജി ലൂക്കോസ്, വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്ക്, CPM-ന്റെയും BJP-യുടെയും പേരുകൾ ഉപയോഗിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കി, അതെന്നോട് നടക്കില്ലല്ലോ എന്നാണ് പറയുന്നത്. ഒരു മരിച്ച് 1 മാസം തികയുന്നതിന് മുമ്പ് ഇനി അഥവാ അവർ പറഞ്ഞാൽ പോലും അക്കാര്യങ്ങൾ ഇങ്ങനെ പരസ്യമായി പറയുക. അവരോട് ചോദിച്ചപ്പോൾ, മകനോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം പോലും തങ്ങൾ അറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, തങ്ങളുടെ മാനസികാവസ്ഥയിൽ എങ്ങനെ ഞങ്ങൾക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയുമെന്ന് ദയനീയമായ ഒരു ചോദ്യമാണ് മകൻ ചോദിക്കുന്നത്. റെജി ലൂക്കോസ്, തീർച്ചയായിട്ടും അതാണ് കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിന്റെ വായിൽ നിന്ന് വന്നത്. അതായത്
സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ട് അരനൂറ്റാണ്ട് പ്രവർത്തിച്ച് 1970-കളിൽ ഗുരുവായൂർ അപ്പൻ കോളേജ് കോഴിക്കോട് ഡിഗ്രി നേടി വലിയ രീതിയിലുള്ള പദവിയിലേക്ക് സർക്കാർ ജോലിയിൽ പോലും പ്രവേശിക്കുന്ന ത്യജിച്ച് ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ആ പാർട്ടിയുടെ കടബാധ്യതകൾ, അതും തട്ടിപ്പിന്റെ പേരിൽ ഉള്ള കടബാധ്യതകൾ ഏറ്റെടുത്ത് ആത്മഹത്യ ചെയ്തൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കുടുംബം ആ ചിത ഒരുങ്ങുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ പിന്നെ MLA ഓഫീസിലെത്തി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട VD സതീശൻ പറഞ്ഞ വാക്കുകൾ കേരളം വളരെ വളരെ പ്രതിഷേധത്തോടെ കേട്ടത്. ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവിന് എന്ത് ധാർമ്മികത പറയാനുള്ളത്? ഇനി തന്നെയുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുതയോട്, കഴിഞ്ഞ 4 ദിവസം മുമ്പ് കോട്ടയത്ത് ഓർത്തഡോക്സ് സഭയുടെ ഒരു പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ട് VD സതീശൻ പറഞ്ഞ എപ്പോഴും നീതിമാന്മാരുടെയും നീതിയുടെയും ഒപ്പമായിരിക്കും ഭാവി കാര്യങ്ങൾ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ VD സതീശൻ നാവെടുക്കുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു പ്രായം ചെന്ന മനുഷ്യൻ DCC ട്രഷറർ ആത്മഹത്യ ചെയ്തപ്പോൾ ആ കുടുംബം വേദനയിൽ നിന്നും കണ്ണീരിൽ നിന്നും മോചിതനാകുന്നതിന് മുമ്പ് തന്നെ 1.5 വർഷങ്ങൾക്ക് പരാതി കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്ത നേതൃത്വത്തിന്റെ തങ്ങളുടെ പിതാവിന്റെ കത്ത് പാർട്ടി അപമാനിക്കാതിരിക്കാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയാൻ ഈ പ്രതിപക്ഷ നേതാവിന്റെ വായിൽ നിന്ന് എങ്ങനെ അത്തരം വാക്ക്? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPMന്റെ പ്രവർത്തകരെയും പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തിന് നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഈ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ഇനി ആ സ്ഥാനത്ത് തുടരാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് IC ബാലകൃഷ്ണനെ ഇവർ സംരക്ഷിക്കുന്നത്? IC ബാലകൃഷ്ണൻ നേതൃത്വത്തിലുള്ള വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതൃത്വം വരാം ഒരു വലിയ തട്ടിപ്പ് സംഘമാണെന്ന് തട്ടിപ്പിന് ഇരയായിക്കൊണ്ട് തന്റെ കുടുംബത്തിന്റെ സ്വത്തുക്കൾ വരെ പണയപ്പെടുത്തി കടം ഒരു പരിധിവരെ വീട്ടാൻ ശ്രമിച്ച ഒരു മനുഷ്യന്റെ ആത്മഹത്യയിൽ എങ്ങനെയാണ് കുറ്റവാളിയായിരിക്കുന്ന ആ MLA ഇവർ സംരക്ഷിക്കുന്നത്? അപ്പോൾ ഇവർക്ക് PP ദീപയ്ക്കെതിരെ പറഞ്ഞ അധാർമികമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഇവർക്ക് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഇനി ഇതല്ലേ കേരളം തിരിച്ചറിയേണ്ടത്. വയനാട്ടിൽ ജനരോഷം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം IC ബാലകൃഷ്ണനെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുകയും ഈ അപ്പച്ചൻ എന്ന് പറയുന്ന DCC പ്രസിഡന്റിനെ ആ പദവിയിൽ നിന്ന് രാജിവെച്ച് ജനങ്ങളോടും പൊതുസമൂഹത്തിനോടും മാപ്പ് പറയണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അതാണ് ഇനി ചെയ്യാനുള്ള കരണീയമായ വസ്തുത. അതല്ല എങ്കിൽ കേരളം ഇവരോട് പൊറുക്കത്തില്ല. പ്രത്യേകിച്ച് കുടിയേറ്റ കർഷകരുടെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയോടുകൂടി അവിടെ കാലങ്ങളായിട്ട് ജയിച്ചു വരുന്ന വയനാട്ടിലെ ജനങ്ങൾ, വയനാട്ടിലെ മനുഷ്യർ, വോട്ടർമാർ ഈ രാഷ്ട്രീയ നേതൃത്വത്തിനോട് പൊറുക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും റെജി ലൂക്കോസ്, നന്ദി പ്രതികരിച്ചതിന്.